നമ്മൾ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് 1970 മുതൽ 1980 വരെ എത്തുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ വിട്ടുപോയ ചില സംഭവങ്ങളാണ്. അപ്പോൾ 1969 അച്യുതമേനോൻ മന്ത്രിസഭയാണ് ഏത് സുപ്രധാന ബില്ല് പാസ്സാക്കിയത്? 1969 അച്യുതമേനോൻ മന്ത്രിസഭ പാസ്സാക്കിയ വളരെ സുപ്രധാനമായ ഒരു ബില്ല്. ആ ബില്ല് ഭൂപരിഷ്കരണ ബില്ലല്ലേ? എന്ത്? ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലാണ്. അതാണ് അച്യുതമേനോൻ പാസ്സാക്കിയത്. ഭേദഗതി നടത്തിയത് EMS ആണെങ്കിലും അപ്പോഴത്തേക്ക് EMS വീണതുകൊണ്ട് ആ ഭേദഗതി ബില്ല് നടപ്പാക്കി അതിന്റെ ക്രെഡിറ്റ് അച്യുതമേനോന്റെ മന്ത്രിസഭ എടുത്തു. അതിനെ എതിർത്തിട്ടാണ് CPM-കാര് സമരം ചെയ്യുകയും നമ്മുടെ കണ്ണൂരെ മട്ടന്നൂര് വെച്ച് KSRTC ബസ് ആളുകളെ ഉൾപ്പെടെ കത്തിക്കുകയും ഒക്കെ സംഭവിച്ച വളരെ എന്താ പറയുന്നത് ഹിംസാത്മകമായ സമരങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ ഭൂപരിഷ്കരണ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വരുന്നത് 1970 ജനുവരി 1-നാണ്. അപ്പം അത് പ്രാബല്യത്തിൽ വരുമ്പോൾ എന്ത് പറ്റും? നിശ്ചിത അളവിൽ കൂടുതൽ ഭൂമി കൈവെക്കുന്ന ആളുകളുടെ ബാക്കി വരുന്ന ഭൂമി സർക്കാരിന് കൈമാറും. അതാണ് മിച്ച ഭൂമി. അപ്പൊ ഈ ഭൂ ഉടമകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇവരിത് കൈമാറാൻ മടിച്ച് ഇവർ കൈമാറിയില്ല, ഇവര് കൊടുക്കാൻ തയ്യാറായി നിന്നില്ല. അപ്പോൾ അതിനുവേണ്ടി സമരം തുടങ്ങി. അപ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകിയത് ഒന്ന് AKG ആണ്. രണ്ടാമത് ഉണ്ടായിരുന്ന സപ്തകക്ഷി മുന്നണിയിലൊക്കെ ഉണ്ടായിരുന്ന ഫാദർ വടക്കൻ വെല്ലിംഗ്ടൺ ഇവര് KSP അല്ല, കർഷക തൊഴിലാളി പാർട്ടിയാണ്, KTP-യുടെ ആളുകളാണ് ഫാദർ വടക്കനും വെല്ലിംഗ്ടണും. KSP-യുടെ ആരായിരുന്നു? മത്തായി മാഞ്ഞൂരാൻ. ഈ പുള്ളിയും മിച്ചഭൂമി സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ 1-2 സ്ഥലങ്ങൾ, കള്ളിക്കാടൊക്കെയുള്ള മിച്ചഭൂമി, അതുപോലെ മുടവൻമുകൾ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ അധീനതയിലുള്ള കുറച്ച് മിച്ചഭൂമിയൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി ഉള്ള സമരം നടത്തുകയും ആ സമരത്തിൻ്റെ ഭാഗമായാണ് 60 വയസ്സിന് മേഖല പ്രായമുള്ള AKG മുടവൻമുകൾ കൊട്ടാരത്തിൻ്റെ മതിൽ ചാടുന്നതുമൊക്കെ. ഇതുപോലെ തന്നെ കുട്ടനാട്ടിൽ മിച്ചഭൂമി സമരത്തിൻ്റെ നേതൃത്വം കൊടുത്തവരാണ് അച്യുതാനന്ദനും TK രാമകൃഷ്ണനും ഒക്കെ. അങ്ങനെ ആരുടെയാണ് മിച്ചഭൂമി പിടിച്ചെടുത്തത്, സമരം ചെയ്ത് പിടിച്ചെടുക്കാൻ പോയത്? ജോസഫ് മുരുക്കൻ. ജോസഫ് മുരുക്കൻ്റെ സ്ഥലമാണ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ മുരുക്കൻ ഫാമിലിക്ക് ഇത്ര സ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും? പാർട്ടിക്കാർ കൊണ്ട് കൊടിയങ്ങ് നടും, എന്നിട്ട് അത് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നും പറഞ്ഞ് സമരം നടത്തും. അങ്ങനെ ഒടുക്കം അവർ മിച്ചഭൂമി പിടിച്ചെടുക്കുകയും അത് കർഷകർക്കൊക്കെ പതിച്ചു നൽകുകയൊക്കെ ചെയ്തു. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മുരുക്കൻ നടത്തിയ പോലെ കൃഷി ചെയ്ത് അവിടെ നിന്നും ആദായം ഉണ്ടാക്കാൻ ഈ കർഷകർക്ക് കഴിഞ്ഞില്ല. മനസ്സിലായോ? ഒടുക്കം കുറച്ചേറെ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കൃഷിഭൂമിയല്ല, തരിശു കിടക്കാൻ തുടങ്ങി. ഇതാണ് അവസാനം നടക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നു. 1970-കളിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. നിയമസഭാംഗമായിരിക്കുന്ന KT ജോർജ്, നിയമസഭാ അംഗമല്ല, മന്ത്രിയായിരുന്ന KT ജോർജ് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് മരിക്കുന്നതും പിന്നീട് പോൾ പേമാണി പകരം വരുന്നതും പിന്നെ പുള്ളി തോൽക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തൃശ്ശൂര് ഒരു കാർഷിക സർവകലാശാല സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. ഇപ്പോഴും തൃശ്ശൂർ കാർഷിക സർവകലാശാല, കേരളത്തിൻ്റെ കാർഷിക സർവകലാശാല തൃശ്ശൂരാണ്. എവിടെയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടർ? കാർഷിക സർവകലാശാല തൃശ്ശൂർ മണ്ണുത്തി, വെള്ളാനിക്കര മണ്ണുത്തിക്ക് അടുത്തുള്ളതാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല എന്നാണ് പറയുന്നത്. വെള്ളാനിക്കരയാണ്, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ മണ്ണുത്തിക്ക് അടുത്ത വെള്ളാനിക്കരയിലാണ് കാർഷിക സർവകലാശാല. അപ്പോൾ ഈ കാർഷിക സർവകലാശാലയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് കരുണാകരൻ 2 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചു എന്ന് ഒരു വാർത്ത വന്നു. എന്ന് വെച്ചാൽ ഈ സ്ഥലം കാർഷിക സർവകലാശാലയ്ക്ക് പരിചയക്കാരുടെ ആരുടെയും സ്ഥലം കൊടുക്കും. അപ്പോൾ
അവരുടെ സ്ഥലം കാർഷിക സർവകലാശാലയ്ക്ക് എടുത്താൽ അവർക്ക് പ്രയോജനമില്ലായിരിക്കുന്ന സ്ഥലം വല്ലതായിരിക്കും കാർഷിക സർവകലാശാലയ്ക്ക് കൊടുക്കുന്നത്. അതിന് അവർ കരുണാകരൻ എന്തേലും കൈക്കൂലി കൊടുക്കും. അപ്പം കരുണാകരൻ ആ സ്ഥലം എടുക്കാൻ പറയും എന്നുള്ള ഇതിലാണ് അപ്പോൾ കൈക്കൂലി മേടിച്ചത്. ഈ വാർത്ത എവിടെ വന്നു? നവാബ് എന്ന ഒരു വാരികയിലാണ് വരുന്നത്. ആ വാരിക നടത്തുന്ന എഡിറ്ററുടെ പേരെന്തുവാ? രാജേന്ദ്രൻ. കേട്ടിട്ടുണ്ടോ? നവാബ് രാജേന്ദ്രൻ. പൊതുജന താൽപര്യ ഹർജി, ഇംഗ്ലീഷിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അല്ല മനസ്സിലായോ? ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു കേസ് എടുക്കണമെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ആ കേസുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധം ഇല്ലെങ്കിലും നമുക്ക് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് ഫയൽ ചെയ്യാം. അതല്ലേ കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. പൊതുജനത്തിനെ ബാധിക്കുന്നതാണെങ്കിൽ അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തിയ വ്യക്തിയാണ് നവാബ് രാജേന്ദ്രൻ. അതിന് മുമ്പ് പുള്ളി എന്തായിരുന്നു? ഈ വാരിക നടത്തുകയായിരുന്നു. ഈ വാരികയിലാണ് കരുണാകരൻ്റെ ഈ അഴിമതി ആദ്യമായിട്ട് വരുന്നത്. കരുണാകരൻ്റെ പോലീസ് നവാബിനെ പിടിക്കുകയും ഒടുക്കം മർദ്ദിക്കുകയും അയാളുടെ മുമ്പിലെ 4 പല്ലുകൾ നഷ്ടമായി. ഒടുക്കം നവാബിനെ മർദ്ദിച്ച് മർദ്ദനം ഒഴിവാക്കാൻ വേണ്ടി നവാബ് പറഞ്ഞു, ഈ രേഖ, കരുണാകരനെതിരെയുള്ള ഈ രേഖ കമ്മ്യൂണിസ്റ്റ് നേതാവായ അഴീക്കോടൻ രാഘവന് കൊടുത്തെന്ന് പറഞ്ഞു. ഒടുക്കം പോലീസ് അഴീക്കോടൻ രാഘവനെ ഒളിവിൽ നിന്നും പിടിച്ചു. അപ്പോൾ അഴീക്കോടൻ രാഘവൻ പറഞ്ഞു, ഇത് കമ്മ്യൂണിസ്റ്റ് മുതിർന്ന നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് അഴീക്കോടൻ രാഘവൻ കൊല്ലപ്പെടുകയാണ്. ഓക്കെ, ഇതിങ്ങനെ, പക്ഷേ ഇതിപ്പോഴും ആ കേസ് തെളിഞ്ഞിട്ടില്ല. അത് കരുണാകരൻ്റെ അറിവോടെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു. അല്ല, കമ്മ്യൂണിസ്റ്റിലെ മറ്റൊരു ചേരിയാണ് അഴീക്കോടൻ രാഘവനെ കൊന്നെന്നും പറയുന്നു. എന്തായാലും ആ കേസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഈ 2 സംഭവവും ഈ കാലഘട്ടത്തിൽ നടന്നു.